എല്ലാവരും ഒരു ഹായ് പോയി ഇന്നാണ് പോകുന്നത് ത്രോണോസിൽ നാനിമ സീരീസിന്റെ എപ്പിസോഡ് 34 ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ സയറിനെ രക്ഷിക്കാനായിട്ട് ചെങ്ങ അടുത്തേക്ക് ചെല്ലാൻ നോക്കുന്നു എന്ന് നടക്കുന്നില്ല. അവൾക്ക് ചുറ്റും ഒരു ഫോർമേഷൻ പോലെ സെറ്റ് ചെയ്യാൻ നോക്കി എന്നാൽ അവളുടെ ആ പവറിൽ അതെല്ലാം പൊട്ടിപ്പോയി. അങ്ങോട്ട് യാങ് വന്നു. അവളുടെ പവർ ഗോഡ് ഓഫ് ഡെത്തിന്റെ ഡോട്ടറാണ്, അതിന്റെ പുനർജന്മം. ഹാവോജനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എങ്കിൽ അവളെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. അവൾക്ക് ചുറ്റും ഉള്ള ഷീൽഡ് അതിനുള്ളിലേക്ക് എത്താൻ നോക്കുന്ന കഴിയുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾ മരിക്കും, എല്ലാവരും മരിക്കും. കാരണം ഗോഡും ഡീമൺസും വരെ പേടിക്കുന്ന ഒന്നാണ് അവളുടെ ഉള്ളിലുള്ള പവർ. അവളെയാണ് ആ ചൂസൺ വൺ. യാങ്ങിനോട് ത്രോണോസിൽ ഉപയോഗിക്കാൻ പറയുമ്പോൾ അവന് ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. എനിക്കതൊന്നും കേൾക്കട്ടെ, എങ്ങനെ അവളെ രക്ഷിക്കണം എന്നെ പറയുന്നു. ഹാവച്ച് അവളുടെ പേര് വിളിച്ച് വരുമ്പോഴുണ്ട് നിനക്കത് പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ അറ്റാക്ക്. അത് ലിന്നെ തടയാൻ നോക്കി എന്നാൽ കഴിഞ്ഞില്ല. കാരണം ഷെങ്ങിന്റെ പവർ എന്നത് അത്ര കൂടുതലാണ്. പിന്നെ ഉപദ്രവിക്കുന്നുണ്ട് ലിന്നെ അയാളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിട്ട് ഇതിനെല്ലാം കാരണം ഞാനാണ്, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അവനെ തട്ടേരി അത് തന്നെ അവൻ തെറിച്ചു പോയി. ഹാവച്ചനെ പിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. കൊല്ലാനുള്ള ദേഷ്യം കാണുമല്ലോ. ആ രീതിയിൽ വന്നതും യാങ് തടഞ്ഞു. അവഴി അവന്റെ ലൈറ്റിന്റെ പവർ ഉപയോഗിച്ച് അത് ബ്രേക്കായി. നീ അവന് ചെയ്തതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അവ എഴുന്നേറ്റ് അവളുടെ ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് പോകുന്നു. അവനവളുടെ അടുത്തേക്ക് പ്രയാസപ്പെട്ടു പോയി. പാടുപെട്ടാണെങ്കിൽ ആ ഷീൽഡിനുള്ളിലേക്ക് കടക്കുന്നു. അതിന് മെയിൻ കാരണം അവൾ കൊടുത്ത റിങ്ങാണ്. ഇത് കണ്ട് അതിശയത്തിൽ നിൽക്കുവാണ് ബാക്കിയുള്ളവർ. അവ എങ്ങനെ കയറിപ്പോയി എന്നത്. ആ റിങ്ങിൽ അതിൽ നിന്ന് പവർ വന്നു അവളുടെ മെമ്മറിയിലേക്ക് പോകുന്നത് പോലെ. അവളുടെ അച്ഛൻ നോക്ക്, നമുക്കൊരു പെൺകുട്ടിയാണ് ജനിച്ച് അവളുടെ അമ്മയ്ക്ക് കാണിക്കുന്നു അവരോട് എൻജോയ് ചെയ്തത്. പിന്നെ അവൾക്ക് റീഇൻകാർനേഷൻ ടെസ്റ്റ് അത് ചെയ്യുന്നത് അതിലാണ് ചൂസൺ ഓൺ ആയത്. നിനക്കൊരു മിഷൻ ഉണ്ട്, അതിന് നീ എല്ലാം സാക്രിഫൈസ് ചെയ്യണം എന്ന വോയിസ്. അവളുടെ അച്ഛനമ്മ ഇനി മുതൽ നീ നമ്മുടെ മകളല്ല, ഹോളി വുമൺ റീഇൻകാർനേഷനാണ്, നിനക്കത് ഫോളോ ചെയ്യണം എന്ന് എല്ലാം കേട്ട് ഞെട്ടിപ്പോയി. അവനവളുടെ മെമ്മറി തന്നെയാണ്. അവിടെ ഒരു കൊച്ചു ടെടിയുണ്ട്. അവിടെ മുഴുവൻ അവൻ നോക്കുന്നു. അപ്പോഴാണ് ആ വോയിസ് പിന്നെ ചിരിച്ചുകൊണ്ട് അവസാനം നീ വന്നു. പെട്ടെന്നാണ് അവളുടെ ഏറ്റവും ഡാർക്ക് മെമ്മറിയിലേക്ക് എത്തി, അല്ലെങ്കിൽ നൈറ്റ് മെയർ. ആ ചെറിയ ടെടി അവിടെ വലുതായിട്ടിരിക്കണം. അവളുടെ ടെടിയുടെ കയ്യിൽ അവളും ഉണ്ട്. അവൾ വിളിക്കുമ്പോൾ എല്ലാവരും അവളെ പറ്റിക്കുന്നുണ്ട്. എല്ലാവരും അഡ്വാൻറ്റേജിന് മാത്രം എടുക്കുന്നു. അവൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടെടി അവനെ കൊല്ലാനായിട്ട് വരികയാണ്. അത് അവളുടെ നൈറ്റ് മെയർ ആണ് എന്നത് ഓർക്കണം. എന്തുകൊണ്ട് ആ ടെടിയുടെ രൂപം? കാരണം അവൾ അനുഭവിച്ച എല്ലാ ടൈമും കൂടെ ഉണ്ടായിരുന്നത് ആ ടെടിയായിരുന്നു. എല്ലാവരും അവളെ ദ്രോഹിക്കുക മാത്രമാണ് ചെയ്തത്. ഞാനാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ കേൾക്കുന്നില്ല. അവൾക്ക് ഫാമിലിയും വേണ്ട, ഫ്രണ്ട്സും വേണ്ട, ലവും വേണ്ട, ഒറ്റയ്ക്ക് കാണാം. അതാണ് അവൾക്ക് വേണ്ടത്. അത് സത്യമല്ല എന്ന് പറയുമ്പോൾ ചാടി വന്നു സോഡെടുത്ത് ഒറ്റവിട്ട് അതിൻ്റെ ഒരു കണ്ണ് പോയി. പെട്ടെന്ന് അവൻ്റെ കണ്ണിന് എന്തോ പറ്റുന്നത്. അവന് കാണാനുള്ള സെൻസ് അത് നഷ്ടമായി. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ ഇരുട്ടായതുപോലെ. ആ ചെടി പറയുന്നുണ്ട്, ഞാൻ പറയാൻ മറന്നു, നീ എന്നെ ഏൽപ്പിക്കുന്ന ഓരോ മുറിവ് നിന്റെ ഓരോ സെൻസ് ഇല്ലാതാക്കും. അവൻ ആ സോഡ് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അടുത്തുണ്ടെങ്കിൽ പോലും കഴിയുന്നില്ല. നിനക്കൊരു സെൻസ് ഇല്ലാതായപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ അവൾ 5 സെൻസ് ഇല്ലാതെ അവളെ ഉള്ളത് എത്രമാത്രം അനുഭവിച്ചെന്നറിയുമോ? എന്തുകൊണ്ടാണ് അവൾ ഇത്രയും പവർഫുൾ എന്നോ? അവൾ 5 സെൻസ് ഇല്ലാതെ അനുഭവിച്ച വേദനയാണ്. കാഴ്ച, കേൾവി, ടേസ്റ്റ്, സ്മെല്ല്, ടച്ച് ഇല്ലാതെ സാക്രിഫൈസ് ചെയ്തു എല്ലാം. അവളാണ് അടുത്ത റീഇൻകാർനേഷൻ. അതൊരു ബ്ലെസ്സിങ് ആണ്, അതുപോലെ ഒരു കഴ്സുമാണ്. എന്നോട് നീ ക്ഷമ ചോദിക്കുന്നു, ഇല്ലെങ്കിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ക്ഷമ ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ സോഡെടുത്ത് വെട്ടി കൈ വെട്ടിക്കളഞ്ഞ്. ഞാൻ ഒരു കഴ്സിനെ പേടിക്കില്ല, എനിക്ക് അവളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ നൈറ്റ് മെയറായ ടെഡീനെ ഇല്ലാതൊക്കെയാണ്. അത് പറയുന്നുണ്ട്, നിന്റെ 5 സെൻസ് ഇല്ലാതെ ആയ നീ അവളെ എങ്ങനെ രക്ഷിക്കുമെന്നാണ്. അവളെ സാഡസ്റ്റ് നൈറ്റ് വെയറിൽ നിന്ന് നിനക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഇല്ലാതെ. അവനെ അടുത്തേക്ക് വരുന്ന ഓരോ സ്റ്റെപ്പും ഓരോ സെൻസ് അവന് പയ്യെ പയ്യെ നഷ്ടമാവുകയാണ്. അവസാനം അവൻ മുഴുവനായിട്ട് നഷ്ടമായിട്ട് അവിടെ വീഴുന്നു. അവനിപ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ലോകം നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കുക, എനിക്ക് കുറച്ച് മാത്രമേ നിന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. എൻ്റെ 5 സെൻസ് ഇല്ലാതായെങ്കിലും എൻ്റെ ഹാർട്ട് അതിപ്പോഴും ഉണ്ട്. എന്നാൽ അവൻ സൺ ഓഫ് ലൈറ്റ് ആണല്ലോ, ആ ലൈറ്റിൻ്റെ പവറിൽ എടുക്കുകയാണ്. ആ ഇരുട്ടിനെ തടയാൻ ലൈറ്റ് മതിയല്ലോ. അത് വെച്ച് അവൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്നെ കാണാൻ എൻ്റെ സോൾ ഇല്ലാതാക്കാനും നിൻ്റെ അടുത്തേക്ക് വരെ എന്നെ സാക്രിഫൈസ് ചെയ്യാനോ തയ്യാറാണ്. നിന്നെ വിട്ടു ഒരിക്കലും പോവില്ല. വാട്ട് എ ഡയലോഗേ. അവൾ അപ്പോഴും അവൻ എന്നെ വിട്ടുപോയി, നീ അവന് വേണ്ടി ഗീവ് അപ്പ് ചെയ്തു, എല്ലാം ചെയ്തു എന്ന് അവൻ ചെയ്തതോ എന്ന് മുൻപ് നടന്നത് ആലോചിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. അവൻ അവളോട് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കള്ളമാണ്, അവ ചതിക്കും. എന്നെ വിട്ടു പോകുന്നവരെല്ലാവരും മരിക്കാനാണ് ഡിസർവ് ചെയ്യുന്നത്. അവനെ നീ കൊല്ലണം, ഇനിയും നീ പറ്റിക്കപ്പെടും. ഞാൻ അവന് വേണ്ടി എല്ലാം ചെയ്തു എന്ന് അവൻ എന്നിട്ടും ചെയ്തത്. ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ അവനെ കൊന്നാൽ മതിയായിരുന്നു, നീ ഇത്രയും വരില്ലായിരുന്നു, ഇപ്പോൾ നീ കൊല്ല് എന്ന് അവളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അത് പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവൾക്ക് അത്ര ഇഷ്ടമുണ്ട്. ആ റിങ്ങിൽ നിന്ന് അവളുടെ ഫീലിങ്സ് വന്ന് തടയുന്നുണ്ട്. എന്തുകൊണ്ട് നീ എന്നെ വിട്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെയും പോയിട്ടില്ല, നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ തന്നെ സോഡ് വെച്ച് കുത്തിയിറക്കി. എനിക്ക് നീ എപ്പോഴും എൻ്റെ കൂടെ വേണം എന്നേ ഉള്ളൂ. ആ നൈറ്റ് മെയർ മാറി വേറൊരു പ്ലേസായി, നീ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബെസ്റ്റായിട്ടുള്ള 2 എണ്ണം
തിരഞ്ഞെടുത്തു. എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്നാൽ നിന്നെ എന്നെ സാടാക്കിയതിലാണ് ഇത്. എന്നോട് ക്ഷമിക്കേ, എങ്കിൽ നീ എന്നെ വിട്ട് പോകുമെന്ന് ചെയ്യുമ്പോൾ അവനതിന് ഞാൻ എങ്ങനെ പോവാനാ, ഞാൻ ഹഗ് തരട്ടെ എന്ന് പ്രോമിസ് ചെയ്തല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അതോടെ പുറത്ത് നോർമലായി അവളുടെ റീഇൻകാർനേഷൻ പവർ ഇല്ലാതായി. അങ്ങനെ അവർ ഹാപ്പിയായി. അതിനുശേഷം ഹാവച്ചൻ കണ്ണുറങ്ങും നോക്കുമ്പോൾ അടുത്ത് സയർ ക്ലോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്നത് പിന്നെ ആലോചിക്കണം, എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ഒരു ഓർമ്മയില്ല. അവന് എന്തോ പോലെ ഒരു പെണ്ണടുത്ത് കിടക്കുന്നത്, അവളെ കട്ടെ അവനെ മുറിവുണ്ടോ എന്നൊക്കെ തപ്പി നോക്കുന്നു. പെട്ടെന്നാണ് അവൾക്കും കാര്യം മനസ്സിലായി. അങ്ങോട്ട് യാങ് വന്ന് രണ്ടുപേരും ഓക്കെ അല്ലേ. ഹാവജ എന്നാ നടന്നത് സോറി പറയുമ്പോൾ കുഴപ്പമില്ല, ഔട്ട് ഓഫ് കൺട്രോൾ ആയപ്പോൾ കൊടുക്കേണ്ടി വന്നത് ബ്ലഡാണ്, എങ്കിലും അവർ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സെറിമണി കൊണ്ട് വരാനായിട്ട് വരുന്നുണ്ട്. അവരങ്ങോട്ട് വരികയാണ്. രണ്ടുപേരും ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി. മെയിനായിട്ട് അസാസിൻ ടെമ്പിള് നമ്മുടെ മിസ് ഓക്കെ ആണല്ലോ, ഇനി ഒന്നുകൂടി പ്രശ്നമാകുമോ എന്ന് ആ പെണ്ണ് ലിന്നെ ഓടിച്ചെന്ന് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് സായനോട് സോറി പറയുന്നുണ്ട്. അവൻ ആ പ്ലേസ് വേണ്ട, പല അവൾക്ക് തന്നെ കൊടുക്കാനായിട്ട്. എന്നാൽ ഹാവച്ചൻ വേണ്ട എന്ന രീതിയിൽ ഹാൻക്വാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ അതിന് ഹാൻക്വാൻ അവ ആവശ്യപ്പെട്ടത് അവന് കിട്ടാൻ പോകുന്ന വലിയ ഗിഫ്റ്റ്, അതിന് പരമായിട്ട് ഒരു സ്ലോട്ടാണ് ചൂസ് ചെയ്യാൻ. എന്നാൽ ഒരു ഡീമൺ ഹണ്ടൻ ടീം സെലക്ട് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയവരെ മാത്രം ഒരു ഗ്രൂപ്പിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഒരാളെ മാത്രം ചൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു കാര്യം ചെയ്തു, ടോപ്പ് 16 ഇല്ലാത്തവരെ തിരഞ്ഞെടുക്കാൻ കഴിയും. ലിൻ്റെതും 41ാമതാണ്, അതുകൊണ്ട് തന്നെ പറ്റും. അല്ലാതെ ഒരാളെ തിരഞ്ഞെടുക്കാൻ അത് സായറിനെ ചൂസ് ചെയ്തു. നമ്മുടെ മിസ്സിനെ എടുക്കാൻ ഫാർനൈസ് കൊടുക്കേണ്ടി വന്നു. എന്ത് ലക്കാണ്. അതിനുശേഷം വാങ്ങിനെ വിളിച്ചു. അവൻ എങ്ങറിനെയാണല്ലോ, അതൊക്കെ ആലോചിച്ചിട്ട് വരുന്നുണ്ട് ആരായിരിക്കും എന്നൊക്കെ. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവനങ്ങോട്ടെ ഇങ്ങറിനെ വിളിക്കുന്നത് അത് കേട്ട് എല്ലാവരും ഞെട്ടി. അവൾ പോലും പിന്നെ ആർക്ക് വേണം എന്ന മൈൻഡിലാണ് അവൾ വേണ്ട എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും നോക്ക് എന്ന് ഹാൻക്വാൻ. അവൾ നോക്കിയിട്ട് ഹുവാങ്ങി എന്നെ വിളിച്ചു, നിനക്ക് ഓക്കെ ആണോ? പിന്നെ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വന്ന് അത് തടഞ്ഞു. അത് കഴിഞ്ഞ മോർണിംഗ് അവൾ വിളിക്കുന്നത് ഡുവാനെയാണ്. നിങ്ങൾ തന്നെ എൻ്റെ ക്യാപ്റ്റൻ ആവണം. ഞാനാ? പിന്നെന്താടാ, നമുക്ക് ബൈക്കിലൊരു കറങ്ങാൻ പോയാലേ. അവനെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അല്ലാതെ 5 പേരെ സെലക്ട് ചെയ്യണത് അത് റാൻഡമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഈ രീതിയിൽ 2 പേരെ എടുത്തത്. അത് ഫെയർ ആയിട്ടാകും. അവരുടെ സ്ട്രെങ്ത് രീതിയിലായിരിക്കും സെലക്ട് ആയിട്ട് വരിക. ഇതിനുള്ളിലേക്ക് ലീഡേഴ്സ് കയറുക റാൻഡമായിട്ടുള്ളവർ സെലക്ട് ആകും. അവർക്ക് പിന്നെ റിഫ്യൂസ് ചെയ്യാൻ കഴിയില്ല. എന്നോട് പറയുന്നുണ്ട് ഡീമൺ ഹണ്ട് ഗ്രൂപ്പ് 1 എന്ന പേരിട്ട് ഹാവച്ചൻ അസാസിൻ ടെമ്പിളിലെ സയർ മാജിക് ടെമ്പിളിൽ നിന്ന് ലിന്ന് അവൻ്റെ ഫയർ ആട്രിബ്യൂട്ട്സ് ആണ് അവന് കൺഫേം ആക്കിയത്. ഇനി വാരിയർ ടെമ്പിളിൽ നിന്ന് വന്നത് അതാണ് വരാൻ പോകുന്നത്. എന്താണ് ഗുണം എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ മുന്നിൽ ഷീൽഡായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും, ടീമേറ്റിനെ സർവൈവ് ചെയ്യാനുള്ളത് കൂടും, അങ്ങനെയെങ്കിൽ എൻ്റെ പിൽസ് ബാക്കിൽ നിന്ന് നിൽക്കാൻ കഴിയും എന്ന് ഹാപ്പി. എന്നാൽ വരുന്നതോ എൻ്റെ മുന്നിൽ വന്ന അവൻ എന്തായാലും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞൊരു പെണ്ണ് വാങ്ഷി. അവളാണ് സെലക്ട് ചെയ്ത്. ഹാഫച്ചാൻ ഞെട്ടി, കാരണം അവളായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ലിന്നാകട്ടെ കരച്ചില്ല, കാരണം അവൾ വാരിയർ ടെമ്പിൾ എന്ന പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രം എന്താ വാരിയർ തരാത്ത പ്രോബ്ലം ഉണ്ടോ? എന്ത് ഒരു സീനില്ല. അടുത്തത് സോൾ ടെമ്പിളാണ് വരുന്നത്. ഇങ്ങനെ വെച്ച് വേറെ ആരും എത്താ, കറക്റ്റ് അവളെ തന്നെ കിട്ടി. അവൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. വാങ്സിനെ കണ്ട് ഹാപ്പി. കഴിഞ്ഞു, എൻ്റെ ജീവിതം കഴിഞ്ഞു. നല്ലൊരു ഷീൽഡും കിട്ടിയില്ല, ഇപ്പം നല്ലൊരു സമ്മണറിനെയും കിട്ടിയില്ല. അത് കേട്ട് രണ്ടുപേരോട് അടിക്കാനായിട്ട് നോക്കുവാണ്. നിനക്ക് അറ്റാക്ക് മാജിക്ക് യൂസ് ചെയ്യാൻ അറിയില്ലല്ലോടോ എന്നൊക്കെ പറഞ്ഞോട് ഹാവച്ചൻ സോൾവ് ആക്കാൻ നോക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഹീലറിനെയാണ് വേണ്ടത്. ലിന്നപ്പോൾ ലീഡർ നോക്കിക്കോ, എൻ്റെ ലക്ക് ഇതിൽ കാണാം, ഇതിലൊരു നല്ലൊരാളിനെ തന്നെ കിട്ടും. കിട്ടിയില്ലേ ഒരു ഓൾഡ് കുതിരയുടെ കൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും. ലിന്നിനെ അഡ്മിൻ 10 സെക്കൻഡ് മ്യൂട്ടും ചെയ്ത് കിട്ടി. ലക്ക് പോലെ ഹീലർ ടെമ്പിളിൽ നിന്നും പേര് മാത്രമല്ല ചെയ്യാൻ. ഹാവച്ചനെ കണ്ട് ബ്രദർ നിങ്ങളുടെ കൂടെയാണ്, ഇപ്പം ഞാൻ ലക്കിയാണ്. അഡ്മിൻ നിനക്ക് നോക്കി തന്നുകൊണ്ടിട, ഹീലർ പോലും അല്ലാത്ത ഇവനൊക്കെയാണ് തരുന്നത്. പെർമനൻ്റ് ആയിട്ട് ബാനാക്കി. അതിനെ നീണ്ട നാൾ ഡീമൺ ഹണ്ട് കോമ്പറ്റീഷനിലെ ടീം അത് കൺഫേം ആക്കി. ഇവരുടെ പേര് മാറുന്നു പോവല്ലേ. ഹാവച്ചൻ്റെ പുതിയ ഡീമൺ ഹണ്ട് ടീം സെറ്റായി. പുറത്ത് നമ്മുടെ മിസ് ഹാവച്ചൻ ബെസ്റ്റ് ആയിട്ടുള്ള ടീമിന് വരിക എന്ന് പറഞ്ഞ് നിൽക്കണം. അപ്പോഴാണ് അവർ വരുന്നത്. അതുകൊണ്ട് ഹാൻക്വാൻ ഉൾപ്പെടെ ഷോക്ക്, കാരണം അലയൻസിന് യോജിച്ച രീതിയിലല്ല റാണ്ടമായിട്ട് വന്നതിൽ കിട്ടിയത് ടീമിന്. ഓരോ ടീമിനെ വിളിച്ച് നിരത്തി നിർത്തി, നിങ്ങളാണ് അടുത്ത ഡീമൺ ഹണ്ട് ടീം. ഓരോ ഗ്രൂപ്പുമായിട്ട് അങ്ങനെ വരികയാണ്. എല്ലാവരും കൈയൊക്കെ കൊട്ടി ഓക്കെ ഒക്കെ പറയുമ്പോൾ നിശബ്ദരാകാൻ പറയുന്നു. എന്നിട്ട് എല്ലാ അലയൻസും കൂടി ചേർന്നൊരു പവർ കൊടുത്ത് ഹീറോ സ്റ്റോൺസിന് എടുക്കുകയാണ്. അത് സോളന്റ് 2 കണ്ടതാണ്. ഒരുപാട് പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. എന്താണെന്നൊരു പയ്യൻ ചോദിക്കുമ്പോൾ ഇതാണ് ഹീറോസ്. ഹാൻക്വാനപ്പോൾ ഇത് ഡീമൺ ഹണ്ട് കോമ്പറ്റീഷനിൽ ജയിച്ച എല്ലാവരെയും ഇതിൽ നിങ്ങളുടെ പേര് ചേർക്കണം, നിങ്ങളാണ് അടുത്ത ഹീറോസ്. ആ പയ്യൻ അതിൽ ചിലതൊക്കെ എന്താ ഡെമ്മായിട്ടിരിക്കുന്നത് അതിന് പറയാൻ തുടങ്ങി. ആ ഗ്ലോ ചെയ്തിട്ടുള്ള പേരുകൾ ഫയർ ഓഫ് ഹാർട്ടാണ്. നമുക്ക് വേണ്ടി പോരാടുന്നവരാണ് അവർ. എന്നാൽ ഡിമ്മായിട്ടുള്ളത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്തവരാണ്. നമുക്ക് ഈ ലൈഫ് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം അവരാണ്. അവരിപ്പോൾ ജീവനോടെ ഇല്ല എന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ട്. ഹാവച്ചാൻ ടീം ഒരുമിച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് വരുന്നു. അവരവരുടെ പേരുകൾ ചേർത്തു. അവരിനി അങ്ങോട്ട് എപ്പോഴും ഹീറോസ് ആയിരിക്കും. അങ്ങനെ എല്ലാവരും ചെയ്യുകയാണ്. നിങ്ങളാണ് ഗ്ലോറി കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ഓരോ സ്റ്റെപ്പും മൂർച്ചുള്ള വെപ്പൺസും
കത്തുന്ന ഹൃദയം കൊണ്ട് ഈ ലോകത്തിന് പുതിയ വഴി ഉണ്ടാക്കി പുതിയ ഡെസ്റ്റിനി ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. അവരുമൊക്കെ കൈ കൊടുത്ത് സെറ്റ്. അത് കഴിഞ്ഞ് ലിൻചൻ ഹാൻകോനെ ഡ്രിങ്ക്സിനായിട്ട് വിളിക്കുന്നു. ഇപ്പം എല്ലാം തീർന്നില്ലേ? എല്ലാം തീർന്നു, എന്നാൽ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. അവിടെയുള്ള ഓരോ പ്രൊഫൈല് അതുകൊണ്ട് ഇത് ലെവൽ 7 ആയിട്ട് ഗാവയിങ്ജിയല്ലേ, ഇത് ഡീമൺ ഹണ്ടിങ് ടീമിന് വേണ്ടി കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് ചെൻ ചിരിക്കുകയാണ്. ആളെ കാണിക്കുന്നുണ്ട്, അയാളൊരു നൈറ്റ് ആണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.